Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസ് കണ്ടിന്യൂ ചെയ്യാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോകണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് പാർട്ട് സിയിൽ 4 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 2 ആൻസർ കൊടുക്കണം. 2 പ്രോബ്ലംസും 2 തിയറി ചോദ്യങ്ങളും വരാനാണ് അവിടെ സാധ്യത. സോ നമ്മൾ പ്രോബ്ലത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കമ്പനിയുടെ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലൈബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നിർബന്ധമായും പഠിക്കേണ്ടതാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം and tax liability of the company. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ 2 ടോപ്പിക്കുകളിലെ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നു. ഒന്നെങ്കിൽ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലൈബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ, അതല്ലെങ്കിൽ ഫേമിനെ ഞാൻ ഇപ്രാവശ്യം കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇൻഡിവിജ്വൽ ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ മാറ്റിപ്പിടിക്കാം. കമ്പനിയും ചോദിച്ചിട്ടാണെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം. ബട്ട് കമ്പനി ഒരു കമ്പൽസറി ചോദ്യമായിട്ടാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കമ്പനിയിൽ നിന്ന് എന്തായാലും ഒരെണ്ണം ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് tax liability of the ഫേമും നോക്കണം, അതുപോലെ തന്നെ ഇൻഡിവിജ്വലും. രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ്. ഇൻഡിവിജ്വൽസ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ ഈ 3 ടോപ്പിക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2 പ്രോബ്ലം essay കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ 3 നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അപ്പോൾ 2 essay കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ടോപ്പിക്കുകൾക്ക് ഫുൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഇനി തിയറിയിൽ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നത് ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യമാണ്. സോ ടാക്സ് പ്ലാനിങ് എന്താണ്, അതിൻ്റെ നീഡ് നോക്കിയിരിക്കണം. ഓക്കെ, ദെൻ ലിമിറ്റേഷൻസ് ആൻഡ് പ്രിക്വേഷൻസ് എടുക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ 2 രീതിയിലാണ് ഞാനിതിനെ ഈ ടോപ്പിക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്നുകിൽ ഇത് 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് പ്രതീക്ഷിക്കാം, ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളുള്ളതാണ് ഈ നീഡ് ലിമിറ്റേഷനൊക്കെ. അതല്ലെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ എക്സ്പെക്ട് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു പാർട്ടിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിർബന്ധമായതുകൊണ്ട് തന്നെ പഠിച്ചിരിക്കുക. ഒന്നുകിൽ SC ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്കായിട്ടോ എക്സ്പെക്ട് ചെയ്യാം. ഇനി ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട് ഈ രീതിയിലല്ല എങ്കിൽ പിന്നെ പ്രതീക്ഷിക്കുന്നത് ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു ഇപ്പോൾ സാലറിയുടെ ടാക്സ് പ്ലാനിങ് എങ്ങനെയാണ് ഉണ്ട്, പൈ ഹെഡ്സിൻ്റെ ടാക്സ് പ്ലാനിങ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാറ്. ഇപ്പോൾ നെക്സ്റ്റ് അത് എക്സ്പെക്ട് ചെയ്യാം. ടാക്സ് പ്ലാനിങ് ഫോർ ഇൻഡിവിജ്വൽസിൽ റിലേറ്റഡ് ടു സാലറീസിൻ്റെ HP ഉണ്ട്. ഞാൻ കൂടുതൽ സാലറിയുടെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം തിയറിയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങൾ. ഇനി നെക്സ്റ്റ് സജസ്റ്റ് ചെയ്യാനുള്ളത് എപ്പോഴും കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നോ ട്രസ്റ്റിൽ നിന്നോ ഒരു ചോദ്യമാണ് നെക്സ്റ്റ്. അപ്പോൾ നമുക്കതിൽ നിന്ന് ചോദിക്കാനുള്ള സ്കോപ്പുള്ള SC ചോദ്യങ്ങൾ എന്ന് പറയുന്നത് SCക്ക് സ്കോപ്പ് വളരെ കുറവാണ് അതിൽ നിന്നുള്ളത്. പക്ഷെ എന്തായാലും ഒരെണ്ണം ഇടുന്നുണ്ട് അവർ. അപ്പോൾ ട്രസ്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം ആദ്യം പറയാം. ട്രസ്റ്റ്
നിന്ന് പ്രതീക്ഷിക്കുന്നത് ട്രസ്റ്റിൽ ഫുള്ളി എക്സംപ്റ്റഡ് ഫണ്ട്സ് ഏതൊക്കെയാണെന്നുള്ള ചോദ്യമുണ്ട്. അതുപോലെ തന്നെ നോട്ട് എക്സംപ്റ്റഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് SAക്ക് സ്കോപ്പുള്ള ഒന്നാണ്. എന്താണ്? ട്രസ്റ്റിൽ ഏതൊക്കെയാണ് ഫുള്ളി എക്സംപ്റ്റഡ് ഫണ്ട്സ് അങ്ങനെ ചോദിക്കാം. അതിൽ എക്സംപ്റ്റഡ് ഫണ്ട്സ് ഏതാണെന്നുള്ളത് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഉള്ളിൽ അതർ പ്രൊവിഷൻസ് ഉള്ളതും കൂടി നോക്കി വെക്കണം. അതിൻ്റെ അതർ പ്രൊവിഷൻസ് ഉള്ളതും കൂടി നോക്കുക. പിന്നെ നോട്ട് എക്സംപ്റ്റഡ്, ഇൻകം നോട്ട് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട്, അതും നോക്കി വെക്കുക. ഇൻകം നോട്ട് എക്സംപ്റ്റഡ് ഇതാണ് ട്രസ്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ബാക്കിയുള്ളതൊന്നും SAക്ക് അത്രത്തോളം സ്കോപ്പുള്ള ചോദ്യങ്ങളല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ SAക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ. ഇനിയിപ്പോൾ ഇതല്ലാണ്ട് ഒരു പ്രോബ്ലം ആയിട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലൈബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം ട്രസ്റ്റിൻ്റെയോ സൊസൈറ്റിയുടെയോ ഒന്ന് മാറ്റി പിടിക്കുമെന്നുള്ള അറിയില്ല. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ 5 മാർക്സിന് സ്കോപ്പുള്ള ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അവർ മാറ്റി പിടിക്കുമെന്നുള്ളത് അറിഞ്ഞുകൂടാ. അതിനുള്ള ചോദ്യം ഉണ്ട് അവിടെ പ്രോബ്ലത്തിൽ. അപ്പോൾ ഈ ട്രസ്റ്റ് അല്ലെങ്കിൽ പിന്നെ സൊസൈറ്റിയാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നെക്സ്റ്റ് ഉള്ള. അതിൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ചോദിക്കാനുള്ള സാധ്യത. അതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിയറി ആയിട്ടുള്ളത് 80p ഡിഡക്ഷനാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് ചോദിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നില്ല. ഈ പറയുന്ന സൊസൈറ്റിയുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ഒന്ന് നോക്കി വെച്ചോളൂ. ഇനിയിപ്പോൾ SAക്ക് ചോദിച്ചില്ലെങ്കിൽ അത് 5 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് SAക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ. ഒന്നുകൂടിയും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കമ്പനിയുടെ പഠിക്കുക. കമ്പനിയിൽ നിന്നൊരു ചോദ്യം നിർബന്ധമായും ഉണ്ടാവും. പിന്നെ ഫേമിൽ നിന്നാണ് നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ് നോക്കുക. അപ്പോൾ ഈ 3 ടോപ്പിക്സിൽ നിന്ന് 2 essay ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. പ്രോബ്ലം, ദെൻ ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യമാണ്. ഒന്നെങ്കിൽ നീഡ് ലിമിറ്റേഷൻ ആൻഡ് ഫ്രീക്വേഷൻ SAക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ അത് 5 മാർക്കിനാവാം. ദെൻ നെക്സ്റ്റ് ടാക്സ് പ്ലാനിങ് ഫോർ ഇൻഡിവിജ്വൽസിൽ സാലറീസിൻ്റെ റിലേറ്റ് ചെയ്തുള്ള ടാക്സ് പ്ലാനിങ് എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യമാണ് പിന്നെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ട്രസ്റ്റിൻ്റെ ഞാൻ പറഞ്ഞു ഫുള്ളി എക്സംപ്റ്റഡ് ഫണ്ട്സ്, അതിൻ്റെ അതർ പ്രൊവിഷൻസ്, പിന്നെ നോട്ട് എക്സംപ്റ്റഡ് ഏതൊക്കെയാണെന്നുള്ള തിയറിക്ക് നോക്കി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോബ്ലം നോക്കി വെച്ചോളൂ. അതിപ്പോൾ SAക്ക് ചോദിച്ചില്ലെങ്കിൽ 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളും പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.